ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ രണ്ടാമത്തെ ആഴ്ച ആരംഭിക്കുമ്പോൾ ബിഗ് ബോസ് ഒരു വമ്പൻ കളി കളിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ പവർ ടീം അംഗങ്ങളിൽ നിന്നും ഒരാളെ മാത്രം പുറത്താക്കുന്നു, പകരം മറ്റൊരു അംഗത്തെ പവർ ടീമിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പവർ ടീമിലെ നിലവിലെ അംഗങ്ങളിൽ നിന്നും പുറത്താകാൻ വേണ്ടി തയ്യാറാക്കിയ റാങ്കിംഗ് ലിസ്റ്റിൽ ഏറ്റവും അവസാനം എത്തിയത് കോമണർ മത്സരാർത്ഥിയായ നിഷാനയാണ്. നിഷാന പവർ ടീമിൽ നിന്ന് പുറത്താകുകയും പകരം മറ്റു ടീമിലെ അംഗങ്ങളിൽ നിന്നും ഒരംഗം പവർ ടീമിലേക്ക് എത്തുകയും ചെയ്യും. മറ്റു 3 ടീമുകളിൽ നിന്നും ആരാണ് ഇതിന് പങ്കെടുക്കേണ്ടത് എന്ന് ഓരോ ടീമിനും പരസ്പരം തീരുമാനിച്ച ഒരാളെ മത്സരത്തിനായി മുന്നോട്ട് വിടാം. അത് തന്നെ ബിഗ് ബോസിന്റെ ഒരു ശക്തമായ കളിയാണ്. പവർ ടീം അംഗമാകാനുള്ള മത്സരാർത്ഥിയെ ഓരോ ടീമിൽ നിന്നും കണ്ടെത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ തന്നെ പരസ്പരം മത്സരാർത്ഥികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. പ്രത്യേകിച്ചും ജിൻഡോ, ജാസ്മിൻ, റസ്മിൻ ഭായ് എന്നിവർ അടങ്ങിയ ടീമിൽ. അതിന്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യാം. ഏതായാലും മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമായി. അവസാനം ആ ടീമിൽ നിന്ന് മുന്നോട്ട് വന്നത് ജാസ്മിൻ ആയിരുന്നു. മറ്റു 2 ടീമുകളിൽ നിന്ന്, ഒരു ടീമിൽ നിന്ന് സിജോയും ഒരു ടീമിൽ നിന്ന് ഋഷിയും പവർ ടീമിലെത്താൻ വേണ്ടി മത്സരത്തിനെത്തി. അവർ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ മുൻപിൽ എന്തുകൊണ്ട് തങ്ങൾ പവർ ടീം അംഗങ്ങളാകണമെന്ന് വിശദീകരിച്ചു. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പവർ ടീമിലെ നിലവിലെ അംഗങ്ങളും വീട്ടിലെ ക്യാപ്റ്റനും ചേർന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമായിരുന്നു. വളരെ വിശദമായ ചർച്ചകൾക്കും വോട്ടിങ്ങിനും മെജോറിറ്റി അടിസ്ഥാനമാക്കി വോട്ടിംഗിന്റെയും അടിസ്ഥാനത്തിൽ അവസാനം ജാസ്മിനെയും വീടിന്റെ പവർ ടീമിലേക്കുള്ള പുതിയ അംഗമായി തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിലും നിഷാനയുടെ വോട്ടിംഗ് ആണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. നിഷാനയുടെ സ്വഭാവം അനുസരിച്ച് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കോംപ്രമൈസ് ചെയ്തു. അതായത് ആദ്യഘട്ടത്തിൽ 3-3 എന്ന നിലയിൽ വോട്ടിംഗ് വന്നപ്പോൾ അത് വിജയിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് നിഷാന തന്റെ അഭിപ്രായം മറ്റൊന്നാക്കി മാറ്റി 4-2 എന്ന രീതിയിൽ ജാസ്മിന് 4ഉം സിജോയ്ക്ക് 2ഉം എന്ന നിലയിൽ വോട്ട് ലഭിക്കുകയായിരുന്നു. അങ്ങനെ ജാസ്മിൻ ടീമിന്റെ ഭാഗമായി. ഇതേസമയം ഇതിൽ ബിഗ് ബോസ് കളിച്ചിരിക്കുന്ന മറ്റൊരു കളി, പവർ ടീമിലുള്ള അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. നോമിനേഷൻ പ്രക്രിയ നടക്കാനിരിക്കുന്നതേയുള്ളൂ. നോമിനേഷൻ പ്രക്രിയ നടക്കുന്നതിന് മുൻപ് തന്നെ പവർ ടീമിൽ നിന്നും ഒരംഗത്തെ പുറത്താക്കുക എന്നതിൽ ബിഗ് ബോസിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നിഷാന ഗെയിമിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും സംസാരിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിഷാനയെ നോമിനേഷനിൽ എത്തിക്കാൻ ഈ ഒരു കാര്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നതാണ് സത്യം. അവിടെ ഒരു റാങ്കിംഗ് ഉണ്ടായാൽ തീർച്ചയായും നിഷാന തന്നെയായിരിക്കും അവസാനം എത്തുക എന്നതും ഏകദേശം ഉറപ്പുള്ള കാര്യമായിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. നിഷാന പവർ ടീമിന് വെളിയിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായി നിഷാന മാറിയിരിക്കുന്നു. അതേസമയം പവർ ടീമിൽ എത്തിയതുകൊണ്ട് നിഷാന രക്ഷപ്പെട്ടു എന്ന ഒരു എക്സ്ക്യൂസ് നോമിനേഷനിൽ വന്നില്ലെങ്കിൽ പോലും നിഷാനയ്ക്കെതിരെ ആർക്കും പറയാൻ കഴിയില്ല. ഇനി വീട്ടിലുള്ള മത്സരാർത്ഥികൾ കളിക്കുന്ന ഗെയിം അനുസരിച്ചായിരിക്കും നിഷാന എവിക്ഷൻ നോമിനേഷനിൽ വരുമോ ഇല്ലയോ എന്നത്. ഏതായാലും കളി വളരെ ഗംഭീരമായിട്ടുണ്ട്.